ഇന്നലെ രാത്രി പെയ്ത കനത്ത മഴയിലുണ്ടല്ലോ കുന്നംകുളം അടുപ്പുട്ടി ഉരുളിക്കുന്നിൽ മണ്ണിടിച്ചു. 20ഓളം വീടുകൾ കനത്ത മണ്ണിടിച്ചിൽ ഭീതിയിലാണ്. MS ലിഷോയ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ലിഷോയ്, കനത്ത മണ്ണിടിച്ചിൽ തന്നെ ഉണ്ടായി എന്ന ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെ? ഇപ്പോൾ മഴ പെയ്യുന്നുണ്ടോ സ്ഥലത്ത്? ഇതൊരു കുന്ന് ഉള്ള പ്രദേശത്തിന് താഴെ ഉള്ള വീടുകൾ ഉള്ള സ്ഥലമാണ്. അടുപ്പൂട്ടി കുന്നിൽ ഏകദേശം 20 അടിയോളം ഉയരത്തിൽ മണ്ണ് നേരത്തെ കൂട്ടിയിട്ടിരുന്നു. അതായത് ഒരു കുന്നിൻ പ്രദേശമാണ്, അതിന് താഴെയാണ് വീടുകൾ ഉള്ളത്. ഈ പ്രദേശത്താണ് മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നത്. ഈ മണ്ണിടിഞ്ഞ പ്രദേശത്തിന് മുകളിലേക്ക് അങ്ങോട്ടേക്ക് ഒരു സാധാരണഗതിയിലുള്ള ഒരു പറമ്പ് പോലുള്ള സ്ഥലമാണ് ഇത്. ഈ ഭാഗത്ത് തൊട്ടടുത്ത് തന്നെ വീടുകൾ ഒരുപാടുണ്ടായിരുന്നു. അപകടാവസ്ഥയിലുള്ള സ്ഥലമാണ്. 5 വർഷത്തോളമായി ജിയോളജി വകുപ്പിന് ഈ മണ്ണ് എവിടെ നിന്ന് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ സ്ഥലമുടമയും ഇത് മണ്ണ് നീക്കം ചെയ്യാൻ തയ്യാറാണെന്ന ഒരു സമ്മതപത്രം നൽകിക്കൊണ്ട് സ്ഥലമുടമയും അതിനോടൊപ്പം തന്നെ നഗരസഭാ കൗൺസിലർ ഉൾപ്പെടെയുള്ളവർ അവിടെ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പലതവണ ജിയോളജി വകുപ്പിനെ സമീപിച്ചിരുന്നു. പക്ഷേ ആ ഒരു മണ്ണ് നീക്കം ചെയ്യുന്നതിന് വേണ്ടിയുള്ള അനുമതി നൽകാത്തത് മൂലമാണ് അങ്ങനെ ചെയ്യാതിരുന്നത്. ഇപ്പോൾ ഇന്നലെ പെയ്ത കനത്ത മഴയിൽ അവിടെ 4 വീടുകൾക്ക് പുറകിലേക്കാണ് മണ്ണ് ഒലിച്ച് വീണിരിക്കുന്നത്. അതിൽ വളരെ അപകടാവസ്ഥയിലാണ് ആ പ്രദേശം നിലവിൽ ഉള്ളത്. കാരണം മറ്റൊന്നുമല്ല, ഏകദേശം 20ഓളം വീടുകൾ ആ പ്രദേശത്തുണ്ട്. ഈ ഉരുളിക്കുന്ന് സ്വദേശിയായ ആലീസ്, ചാക്കോച്ചൻ, പ്രേമ എന്നിവരുടെ വീടുകളുടെ പുറകിലേക്കാണ് ഈ മണ്ണ് ഇടിഞ്ഞു വീണിരിക്കുന്നത്. ഭാഗ്യം കൊണ്ടാണ് വീടുകളുടെ ഉള്ളിലേക്കൊന്നും തന്നെ മണ്ണ് എത്താതിരുന്നത്. ഈ പ്രദേശത്ത് കഴിഞ്ഞ ഏകദേശം 2 വർഷത്തോളമായി മഴക്കാലമാകുമ്പോൾ ഈ വീട്ടുകാരോട് അവിടെ നിന്ന് മാറി താമസിക്കാനായി നഗരസഭ പറയുകയാണ് ചെയ്തത്. അതേസമയം തന്നെ ഈ ഒരു അപകടാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളൊന്നും തന്നെ അവിടെ ഉണ്ടാകുന്നുമില്ല എന്നുള്ളതാണ്. ഒരു അറിയിപ്പ് നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഇവർക്ക് കൊടുത്തിട്ടുണ്ടോ? ഈ എത്ര മഴക്കാലം എന്ന് കരുതിയാണ് ഇവരൊക്കെ മാറി താമസിക്കുക? മാത്രമല്ല, കാലവർഷം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പോൾ തന്നെ ഇതാണ് അവസ്ഥയെങ്കിൽ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും സ്ഥിതി? തീർച്ചയായും ഈ ഒരു സമയത്ത് അങ്ങനെ മാറി താമസിക്കാനുള്ള ഒരു അറിയിപ്പൊന്നും തന്നെ നൽകിയിട്ടില്ല. പക്ഷേ അതേസമയം തന്നെ ഈ മണ്ണ് അവിടെ നിന്ന് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പലതവണ നഗരസഭാ കൗൺസിലർ തന്നെ ഈ ജിയോളജി വകുപ്പിനെ ഉൾപ്പെടെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിനൊരു സ്ഥിരമായൊരു പരിഹാരം, അതായത് എല്ലാ മഴക്കാലത്തും അവിടെ നിന്ന് മാറി താമസിക്കുക എന്നുള്ളത് സംബന്ധിച്ച് അവിടുത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് എല്ലാം പ്രായോഗികമായ ഒരു കാര്യമല്ല. ഇതിനൊരു സ്ഥിരമായൊരു പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ് അവിടുത്തെ ആളുകൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യം. ഇതിപ്പോൾ മഴ തുടങ്ങിയതേ ഉള്ളൂ, വേനൽ മഴയാണ്, കാലവർഷം എത്തുന്നതേ ഉള്ളൂ. അതിനു മുൻപേ തന്നെ ഇങ്ങനെ ഒരു അപകടാവസ്ഥ ഉണ്ടായ സാഹചര്യത്തിൽ ഇനിയുള്ള ദിവസങ്ങളിൽ കനത്ത മഴയുണ്ടാകുമ്പോൾ എത്രത്തോളം ഭീതിജനകമായ അന്തരീക്ഷത്തിലാണ് തങ്ങൾ താമസിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യമാണ് അവിടുത്തെ ആളുകൾ ചോദിക്കുന്നത്. ശരി ലിഷോയ്, ഒരു പ്രദേശവാസിയുടെ പ്രതികരണത്തിലേക്ക് കൂടി. അത് രാത്രി ഒരു 3 മണിയൊക്കെ ഉണ്ടാവും. സൗണ്ട് കേട്ടു. ഞങ്ങൾ പുറത്തേക്ക് പോയിട്ടില്ല. ഞങ്ങളകത്ത് തന്നെയായിരുന്നു. ഞങ്ങൾ 2 മാത്രമുള്ള ആൺകുട്ടികളൊന്നുമില്ല ഇവിടെ. അപ്പോൾ ഫ്രണ്ടിൽ വന്നിട്ട് ഞങ്ങൾ വാതിൽ തുറന്ന് നോക്കി, ഇവിടെ വല്ലതും വീടുന്നത്. അപ്പോൾ ഇവിടെ ഒന്നും കണ്ടില്ല. ബാക്കിലേക്ക് ഞങ്ങൾ പോയില്ല. അപ്പോൾ തൊട്ട വീട്ടിലെ ചേച്ചി വന്നിട്ട് വിളിച്ചേ ഞങ്ങൾ തന്നെ ബാക്കിലൊന്നും നോക്കാൻ പറഞ്ഞിട്ട്. അപ്പോഴാണ് ഞങ്ങൾ നോക്കിയത്.